പാലത്തെ അപകടത്തിന്റെ വ്യാപ്തി, അതിന്റെ പ്രത്യാഘാതം എത്രത്തോളം ആയേനെ എന്ന് വിളിച്ചോതുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് കാണിച്ച ആ ദൃശ്യങ്ങൾ അത് സമീപത്തെ ക്ലിനിക്കിലുണ്ടായ ഡോക്ടർ പുറത്തുവിട്ടതാണ്. അന്നത്തെ ആ നിലവിളിയും കരച്ചിലും അതിന്റെ ഭീകരത കാണിക്കുന്നുണ്ട്. എന്തായാലും ദേശീയപാത അതോറിറ്റി തന്നെ വിഷയം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്. പിന്നാലെയാണ് കരാർ കമ്പനിയായ KNRCL-നെ ഡീബാർ ചെയ്തത്. ആ നടപടിയിൽ നാട്ടുകാരെന്തായാലും തൃപ്തരാണ്. ഇവിടുത്തെ മണ്ണിന്, ഇവിടുത്തെ ഈ ഭൂമിഘടനയ്ക്ക് അനുസരിച്ചിട്ടുള്ളതാണോ എന്നുള്ളതാണ് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അത് തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ 5-6 ഓവുചാലുകൾ ഇതിനടിയിലൂടെ പോയിരുന്ന അതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അതൊക്കെ പരിഹരിച്ചിട്ട് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് അന്ന് നാട്ടുകാരെന്നെ ആവശ്യപ്പെട്ടതാണ്. ഇനി വേണ്ടത് പരിഹാരമാണ്, ശാശ്വതമായ പരിഹാരം തന്നെയാണ്. പുനർനിർമ്മാണമെങ്കിൽ പുനർനിർമ്മാണം, മേൽപ്പാലമെങ്കിൽ മേൽപ്പാലം, അതിന് കൃത്യമായ ഒരു പ്ലാൻ വേണം. അത് തയ്യാറാക്കിക്കൊണ്ടുള്ള പരിഹാരം തന്നെ. തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇപ്പോൾ കണ്ടില്ലേ എന്ന് പറയാൻ നാട്ടുകാർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ശക്തമായ നടപടി തന്നെ അവർ ആവശ്യപ്പെടുമ്പോൾ അതിൽ കഴമ്പുണ്ട്. ഇനി കാണേണ്ടവർ കണ്ടു തന്നെ പരിഹരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. ദേശീയപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകണം. ഒപ്പം തന്നെ ആശങ്കയിലുള്ള പല ആളുകളുണ്ട് പ്രദേശത്തൊക്കെ. അവരുടെയൊക്കെ ആശങ്കയുടെ വിള്ളൽ നികത്തുകയും വേണം. ജോം TK-ക്കൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.